യ ഇമം ച ലോകം, ഈ മന്ത്രമാണ് നമ്മൾ കണ്ടത്. യഫ് പൃഥിവ്യാം തിഷ്ടൻ പൃഥിവ്യാം അന്തരഹ, പൃഥിവിയിൽ വസിച്ചുകൊണ്ട്. പൃഥിവ്യാം അന്തരഹ യം പൃഥിവീം ന വേദ, പൃഥിവിയിൽ വസിച്ചുകൊണ്ട് ഇരിക്കുന്ന ഏതൊരു പുരുഷനെ പൃഥിവീം ന വേദ, പൃഥിവി അറിയുന്നില്ലയോ ആ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ് ഉദ്ദേശിക്കുന്നത്. ആ ചൈതന്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത്. ഈ ചൈതന്യം എന്ന് പറയുന്നത് കേവലം ഈ ലോകം മാത്രമല്ല, ഇവിടെ എല്ലാത്തിനകത്തും ഇതേമാതിരി നാം കാണണം. അധിദൈവം, അധിലോകം, അതായത് അഗ്നി, അതായത് ഇന്ദ്രൻ, അല്ലെങ്കിൽ അധിദൈവം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആദിത്യനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പോൾ ആദിത്യനിൽ വസിക്കുന്നതായി ഏതൊരു ചൈതന്യത്തെ ആദിത്യനാകുന്ന ദേവത അറിയുന്നില്ലയോ, അപ്രകാരമാണ് ഇവിടെ എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ അധിദൈവം, പിന്നെ അധിലോകം, അധിവേദം, വേദത്തിനെ ആസ്പദമാക്കി, അധിയജ്ഞം, യജ്ഞത്തിനെ ആസ്പദമാക്കി, അധിഭൂതം, ഭൂതത്തിനെ ആസ്പദമാക്കി. ഇങ്ങനെ അധ്യാത്മം, അതേമാതിരി അധ്യാത്മ എന്നിവിടെ പറയുമ്പോൾ ശരീര സംബന്ധമായിട്ട് അധ്യാത്മത്തിലും ഒരുവൻ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നവൻ ആകുന്നു അന്തര്യാമി. അപ്പോൾ ഇപ്രകാരം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ എല്ലായിടത്തും അന്തര്യാമിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് അന്തര്യാമിയുടെ നമുക്ക് എവിടെയെല്ലാം അന്തര്യാമിയെ കണ്ടെത്താം എന്നുള്ളതാണ്. എവിടെയും നമുക്ക് അന്തര്യാമിയെ കണ്ടെത്താം. ഇപ്രകാരം നമ്മൾ ഈ ദൃഷ്ടിയിൽ കൂടെ നോക്കുമ്പോഴാണ് നമ്മൾ സർവ്വയിടത്തും അന്തര്യാമിയെ കണ്ടെത്തുന്നത്. സർവ്വയിടത്തും നമ്മൾ അന്തരാത്മാവിനെ കണ്ടെത്തുന്നു, പിന്നെ സർവ്വയിടത്തും നമ്മൾ അന്തര്യാമിയെ കണ്ടെത്തുന്നു. ഇതാണ് അകത്ത് വസിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നവൻ. ഇങ്ങനെ വരുമ്പോഴാണ് അന്തര്യാമി എന്ന് പറയുന്നത്. അകത്ത് വസിക്കുന്നവൻ എന്ന് മാത്രം പറയുമ്പോൾ അന്തരാത്മ എന്നുള്ള പ്രയോഗം മാത്രം മതിയാവും. പക്ഷെ അകത്ത് വസിക്കുകയും നിയന്ത്രിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് അന്തര്യാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്തര്യാമി ആരാണെന്നാണ് ചോദ്യം. ഇപ്പോൾ അധിദേവത എന്ന് നമ്മളിപ്പോൾ പറയുമ്പോൾ ദേവത എടുക്കുക, സൂര്യൻ എന്ന് പറയുന്ന ദേവത എടുക്കുക. അപ്പോൾ ഈ ദേവതയെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഈ ദേവത പ്രത്യക്ഷത്തിൽ കാണുന്ന സൂര്യനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ആദിത്യ ദേവത. അപ്പോൾ ഈ ആദിത്യ ദേവതയിൽ ഇപ്പോൾ അതിദേവതയായി ഈ ആദിത്യ ദേവതയിൽ വസിച്ചുകൊണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതായത് ഈ എങ്ങനെയാണോ ഈ ജീവാത്മാവും പരമാത്മാവും ദേഹത്തിൽ വർത്തിക്കുന്നത്, അപ്രകാരം തന്നെ ഇവിടെ ആദിത്യ ദേവതയും പരമാത്മാവും ഇപ്രകാരം എടുക്കണം. അപ്പോൾ ആദിത്യ ശരീരം, പിന്നെ ആദിത്യ ദേവത, പിന്നെ അന്തരാത്മാവായിട്ട് അല്ലെങ്കിൽ അന്തര്യാമിയായിട്ട് പരമാത്മ. ഈ 3 തരത്തിലാണ് അതിനെ എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് യം പൃഥിവീ ന വേദ, ഇതേമാതിരി തന്നെ എല്ലായിടത്തും കാണണം. യം പൃഥിവീ ന വേദ പോലെ ഇപ്പോൾ ഈ പുരുഷനെ കുറിച്ച് പറയുന്നതാണ് അദൃഷ്ടോ അശ്രുത, കാണപ്പെടാത്തവനും കേൾക്കപ്പെടാത്തവനും. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രയോഗങ്ങളെല്ലാം ദേവതയ്ക്ക് ബാധകമായിട്ടുള്ളതല്ല, തീർച്ചയായിട്ടും പരമാത്മാവിന് തന്നെ ബാധകമായിട്ടുള്ളതാണ് എന്നിവിടെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് പരമാത്മാവിനെ തന്നെയാണോ പറയുന്നത്, അതോ പ്രധാനം തുടങ്ങിയത് മൂലപ്രകൃതി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ മൂലപ്രകൃതിയാകുന്ന പ്രധാനം, മൂലപ്രകൃതിയുടെ മറ്റൊരു പേരാണ് പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂലപ്രകൃതി അല്ലെങ്കിൽ ഈ പ്രധാനത്തെ ഉദ്ദേശിച്ച് തന്നെയാണോ ഈ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത സൂത്രത്തിൽ പറയുന്നത്. നച സ്മാർത്ഥം അതദ്ധർമാഭിലാപാത് എന്ന്. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അന്തര്യാമി എന്ന് പറയുന്നത് നചസ്മാർത്ഥം, അത് സ്മാർത്ഥമല്ല. ഇവിടെ സ്മൃതി സംബന്ധമായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വേദത്തിനെ ആസ്പദമാക്കിയിട്ട് ഉള്ളതെല്ലാം സ്മൃതിയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ ഈ പ്രധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാങ്ഖ്യമതവും ഇവിടെ സ്മൃതിയായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ മഹാഭാരതം സ്മൃതിയാണെന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രുതിയെ ആസ്പദമാക്കിയിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പറയുന്നു അതെല്ലാം സ്മൃതിയുടെ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഇവിടെ ഇവിടെ പ്രധാനത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്മാർത്ഥം നച സ്മാർത്ഥം എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനം ഇപ്രകാരം അന്തര്യാമി അല്ല എന്ന്. അതായത് നമ്മളിവിടെ ഈ പ്രധാനത്തിലേക്ക് പോകാൻ കാരണം ഇനിയിപ്പം പറയാൻ പോകുന്നുണ്ട്, ഇനിയും വരാൻ പോകുന്ന സൂത്രങ്ങളിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ പ്രധാനം ഒരു ചോദ്യമായിട്ട് വന്നു. അതായത് ഈ അദൃഷ്ടത്വം തുടങ്ങിയിട്ടുള്ളവയാണല്ലോ അന്തര്യാമിക്ക് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് കാണാനും പറ്റത്തില്ല, കേൾക്കാനും പറ്റത്തില്ല തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള എല്ലാ വിശേഷണങ്ങളാണ് അന്തര്യാമിക്കുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അന്തര്യാമിക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പ്രധാനത്തിനും ബാധകമാണ്. നമ്മളിവിടെ പ്രധാനം എന്ന് പറയുമ്പോൾ സാഖ്യ സിദ്ധാന്ത പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രധാനം എന്ന് പറയുന്നത്, മൂലപ്രകൃതി എന്ന് പറയുന്നത് വേദാന്തത്തിൽ പ്രധാനത്തെ നിഷേധിക്കുന്നില്ല. പ്രധാനം ആണ് ആത്യന്തികം എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ നിഷേധിക്കുന്നുള്ളൂ. അതായത് പ്രധാനത്തിൻ്റെ അസ്തിത്വം ഇല്ലായ്മയെ വേദാന്തം നിഷേധിക്കുന്നില്ല. നമ്മളിത് മനസ്സിലാക്കേണ്ട ഭാഗം ഇതാണ്. സാഖ്യത്തെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പറയുന്നത്. അതായത് സാഖ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമാണ് പരമമായിട്ടുള്ളതെന്നുള്ളതിനകത്തെ പ്രധാനം നമ്മൾ സ്വീകരിക്കുന്നു, അത് പരമമാണെന്നുള്ളതിനെ സ്വീകരിക്കുന്നില്ല. അതിനും ഉപരിയായിട്ട് ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്രയുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വൈദികമാണെന്നും പറയുന്നത്. സാഖ്യം വൈദികമാണ്. അപ്പോൾ അതുകൊണ്ട് സാഖ്യത്തെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഈ പ്രധാനത്തിന് ഈ സർവത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ. അതായത് അന്തർവർത്തയൻ, അകത്ത് വസിക്കുന്നു, സർവത്രെയും നിയന്ത്രിക്കുന്നു എന്ന്. അപ്പോൾ സർവത്തെയും നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവർ ഈ അന്നത്തെ ചിന്തകന്മാരെന്ന് പറയുന്നവർ, അതായത് സ്മൃതിയെ ആസ്പദമാക്കിയിട്ട് ചിന്തിക്കുന്നവരും പിന്നെ ആചാര്യന്മാരും ഒക്കെ ആയിട്ടുള്ളവരെല്ലാവരും, അതായത് ഇതിലെന്ത് നിരന്തരമായിട്ടുള്ള ഒരു വിചാര പദ്ധതി, ഒരു ഗവേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കേട്ടപാടി അത് അന്ന് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ പോത്തൊന്നുമില്ല. അപ്പം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ചേഷ്ടകളെ നിയന്ത്രിക്കുന്നു. ഇപ്പം ശരീരത്തിൻ്റെ ചേഷ്ടകളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ എങ്ങോട്ടാണ് പോകുന്നത്? ചൈതന്യം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് പോകുന്നില്ല. പകരം അറിയാവുന്ന മേഖലയിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. ഇപ്പം ഇപ്പം സ്ഥൂല ശരീരം ചലിക്കണമെന്നുണ്ടെങ്കിൽ പ്രാണനാണ് സ്ഥൂല ശരീരത്തെ ചലിപ്പിക്കുന്നത്. അപ്പോൾ പ്രാണനാണ് അതിൻ്റെ നിയന്ത്രണത്വമുള്ളത്. അപ്പം പ്രാണനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, ചലിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് വേണം. അപ്പം മനസ്സ് എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് പ്രാണൻ ചലിക്കുന്നത്. പ്രാണൻ ചലിക്കുമ്പോഴാണ് ശരീരം ചലിക്കുന്നത്. ഇങ്ങനെ പോകുന്നല്ലോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും കാരണ ശരീരത്തിൻ്റെയും എല്ലാം നിയന്ത്രകത്വം ഉള്ളത്, നിയന്ത്രിക്കാൻ സാമർഥ്യമുള്ളത് എന്ന് പറയുന്നത് എന്താണോ അതിൻ്റെ മൂല കാരണം, സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഇതിൻ്റെ ഒക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് പ്രധാനത്തിൽ നിൽക്കുന്നു, മൂലപ്രകൃതി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ മൂലപ്രകൃതിയാണ് സർവത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ആദിപരാശക്തി സർവത്തെയും നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ വേദാന്തത്തിൽ സിമ്പിളായിട്ട് മൂലപ്രകൃതി എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പുരാണങ്ങളിലേക്ക് വരുമ്പോൾ മഹാശക്തി, മഹാദുർഗ, സരസ്വതി തുടങ്ങിയിട്ടുള്ള രീതിയിൽ മൂലപ്രകൃതിയെ തന്നെ ആണ് ഈ ആദിപരാശക്തിയായിട്ടൊക്കെ അവതരിപ്പിച്ചിരിക്കും. അപ്പോൾ ആദിപരാശക്തിയാണ് സർവ്വതും നിയന്ത്രിക്കുന്നതെന്നൊക്കെ പുരാണങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് വരും. നമ്മളിപ്പം ആ തരത്തിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം ഇവിടെ വരാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറയാത്തത്. ഭക്തിയോടുകൂടിയിട്ടും ആദരവോടുകൂടിയിട്ടും ഒക്കെ ആയിട്ട് പറയേണ്ടതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ദേവിയുടെ കാര്യങ്ങളൊക്കെ വരുമ്പം പറയേണ്ട ഭാഗങ്ങൾ. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം വരുന്നില്ല. പ്രധാനം എന്നുള്ളൊരു വാക്ക് നമ്മളങ്ങ് ഉപയോഗിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ പ്രധാനം, അതുകൊണ്ട് സർവത്തെയും നിയന്ത്രിക്കുന്ന ശക്തി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പ്രധാനത്തിനാകയാൽ പ്രധാനമാണ് അന്തര്യാമി. ഇതാണ് വാദം. അപ്പോൾ അവിടെ ഈക്ഷതേർന്ന ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രധാനത്തെ ആദ്യം തന്നെ മറ്റൊരു സൂത്രത്തിലൂടെ നിഷേധിച്ചിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഈ
പൃഥിവിയുടെ ഉള്ളിൽ വസിക്കുന്നതും പൃഥിവിയെ അറിയാത്തതും എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ പൃഥിവി അറിയാത്തതെന്ന് പറയുന്നത് പൃഥിവി ജഡമായതുകൊണ്ട് പൃഥിവി അറിയാത്തതാണോ, അതോ പൃഥിവ്യാത്മാവായിട്ടിരിക്കുന്ന ദേവതയ്ക്ക്, അതായത് പൃഥിവിയെ ശരീരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദേവതയ്ക്ക് അറിയാത്തതായിട്ടുള്ളതാണോ? അപ്പോൾ അവിടെ ഈ പൃഥിവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ദേവതയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്ഥൂല ശരീരം ആകുന്ന പൃഥിവിയെ, നമ്മൾ കാണുന്ന പൃഥിവി എന്ന് പറയുന്ന സ്ഥൂല രൂപത്തെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥൂല രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് പൃഥിവി ദേവതയായിട്ട് ആ ദേവതയെക്കുറിച്ചാണ് പറയുന്നത്. ആ ദേവതയ്ക്ക് അറിയാൻ പറ്റാത്തത് എന്ന് പറയും. അപ്പോൾ ഈ ദേവതയ്ക്ക് അറിയാൻ പറ്റാത്തതെന്നുള്ളത് നമ്മൾ പല കേനോപനിഷത്തിനകത്തെ കഥകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് അവിടെ ഈ ദേവതകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പരമാത്മാവിനെ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ വേണമെങ്കിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാൻ പറ്റുന്നില്ല എന്ന് പറയും. ഈ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് നമുക്ക് അദൃഷ്ടോ അദൃഷ്ടോ ദ്രഷ്ട. അപ്പം അദൃഷ്ടോ ദ്രഷ്ട, അശ്രുത ശ്രോത, അമത മന്ത, അവിജ്ഞാത വിജ്ഞാത. ഇപ്രകാരം, അതായത് കാണപ്പെടാത്തവനും, അതാണ് അദൃഷ്ട എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തവൻ എന്നുള്ള അർത്ഥം കിട്ടും. കാണപ്പെടാത്തവനും, ദൃഷ്ട അതേസമയം കാണുന്നവനും. അത് കാണപ്പെടാത്തവനാണ്, കാണുന്നവനാണ്. അശ്രുത കേൾക്കപ്പെടാത്തവനാണ്, ശ്രുത കേൾക്കുന്നവനാണ്. അശ്രുത കേൾക്കാത്തവനാണ്, ശ്രോത കേൾക്കുന്നവനാണ്. ഇപ്പം കേൾക്കപ്പെടാത്തതും കേൾക്കുന്നവനും. അമത ചിന്തിക്കാൻ വിഷയമാവാത്തവനാണ്. പിന്നെ മന്ദ ചിന്തിക്കുന്നവനാണ്. അവിജ്ഞാത വിജ്ഞാനത്തിന് വിഷയമാവാത്തവനാണ്, വിജ്ഞാത അറിയുന്നവനാണ്. ഇപ്രകാരം ബൃഹദാരണ്യകം 3:7-23 പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ബൃഹദാരണ്യത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ശ്രുതിയും കൂടെ കാണാം. ന ദൃഷ്ടേർ ദൃഷ്ടാരം പശ്യേഹേ എന്ന്. അതായത് ദൃഷ്ടാരം, ദൃഷ്ടേഹേ ദൃഷ്ടാരം എന്ന്. ഇപ്പം ഈ കാണുന്നവൻ എന്നുള്ളതിലേക്ക് എത്തിയ ശേഷം കാണുന്നവനെ കാണുക എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്ന്. അതായത് അത് അന്വേഷണത്തിൻ്റെ അവധിയാവുന്നു, അന്വേഷണത്തിൻ്റെ അവസാനം അവിടെയാവുന്നു എന്ന്. അതിനുശേഷം കാണുന്നവൻ എന്ന് പറഞ്ഞിട്ട് പിന്നത്തേക്ക് പോകുന്നില്ല എന്ന്. അതായത് ചുരുക്കത്തിൽ ബോധത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് അല്ലെങ്കിൽ ജ്ഞാനത്തിലേക്ക് എത്തുന്നു, എന്നിട്ട് ജ്ഞാനത്തിനെ ഏത് ജ്ഞാനമാണ് അറിയുന്നത്, ബോധത്തിനെ ഏത് ബോധമാണ് അറിയുന്നത് എന്ന് പറഞ്ഞ് അതിര് കടന്ന് പോകേണ്ടതാണ്. എല്ലാത്തിനും ഒരു അതിരില്ല. അത് നമ്മൾ മറക്കരുത്. ഈ അതിരെന്ന് പറയുന്നത് ബോധത്തിനെ അറിയുന്ന ഏത് ബോധമാണ് അതാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോകണ്ട എന്ന്. ശാരീരശ്ചോഭയേപി ഹി ഭേദേനൈനം അധീയത്തെ എന്ന്. അപ്പോൾ ഇതൊന്നും ഈ നമ്മളിപ്പം വളരെ റിലാക്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾക്കൊണ്ട് തന്നെ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രഷറോട് കൂടിയിട്ടെല്ലാം നമുക്ക് അതേമാതിരി ഏതെങ്കിലും ഫലപ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നപരിഹാരം ഇതൊന്നും ഈ സാധനയിൽ കൊണ്ടുവരുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപാസനയിലൊക്കെ കൊണ്ട് അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് തത്വം എന്താണ് എന്ന് പരിശോധിക്കുക മാത്രമാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സുകളിൽ ബ്രഹ്മസൂത്രത്തിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തിപ്രധാനമായിട്ട് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഭാഗവതവും ഇങ്ങനെയൊക്കെയുള്ളത് തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഈ കാര്യത്തിൽ. അതായത് നമ്മളെപ്പോഴും നമുക്കൊരു തോന്നലുണ്ട്, അതായത് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് അവസാനത്തെ ടെക്സ്റ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മജ്ഞാനവും പിന്നെ അതിനുശേഷം അപ്പുറമൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ബ്രഹ്മസൂത്രം നമ്മൾ പഠിക്കുന്നത് ഉപനിഷത്ത് എങ്ങനെ ഉപനിഷത്തിനെ അറിയണം, ഉപനിഷത്ത് മന്ത്രം കേട്ടാൽ ഏതർത്ഥമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്നത് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ നിന്നിവിടെ പഠിക്കുന്നു. അപ്പോൾ ഉടനെ ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഉപനിഷത്ത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ബ്രഹ്മസൂത്രമല്ലേ പഠിക്കേണ്ടത്? ഉപനിഷത്ത് പഠിക്കുന്നതിന് മുമ്പ് ബ്രഹ്മസൂത്രം പഠിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ വിശകലനം ചെയ്തിരിക്കുന്ന ഉപനിഷത്തിനെ കുറിച്ചാണ്. ഉപനിഷത്ത് പഠിക്കാതെ നമ്മൾ എങ്ങനെയാണ് ബ്രഹ്മസൂത്രം പഠിക്കുക?
ഉപനിഷത്ത് പഠിക്കാതെ ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പം പിന്നെ ഉപനിഷത്ത് ആദ്യം പഠിക്കുന്നു, പിന്നെ ബ്രഹ്മസൂത്രം പഠിക്കുന്നു. ബ്രഹ്മസൂത്രം പഠിച്ചിട്ടുള്ള ആ ദൃഷ്ടിയോടുകൂടി വീണ്ടും ഉപനിഷത്ത് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ആ വീണ്ടും ഉപനിഷത്ത് പഠിക്കുന്നത് അതാണ് നമ്മൾ ഈ സൂത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ആ മന്ത്രങ്ങളും കൂടെ നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പഠനമായിട്ട് മാറുകയാണ്. അല്ലാതെ ടെക്സ്റ്റ് മുഴുവൻ ബ്രഹ്മസൂത്രത്തിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഉപനിഷത്ത് പഠിക്കണമെന്നുള്ളതല്ല. പകരം ബ്രഹ്മസൂത്രത്തിൻ്റെ ആ സൂത്രം കണ്ടുകൊണ്ടിരിക്കെ നമ്മൾ വീണ്ടും ഈ മന്ത്രങ്ങൾ പഠിക്കുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ശരീരശ്ചോഭയേപി ഹി ഭേതേനൈനമധീയതേ എന്ന്. ശരീരശ്ച ന എന്ന്. അപ്പോൾ ശാരീരശ്ച, ശരീരമല്ല കേട്ടോ, ശാരീരശ്ച ന എന്ന്. മുമ്പിലത്തെ സൂത്രത്തിൽ നിന്ന് ന എന്നുള്ളത് അനുവൃത്തിയായിട്ട് ഈ സൂത്രത്തിലേക്ക് വരും. ഇത് അനുവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പാണിനി സൂത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ അനുവൃത്തി എന്നുള്ളത്? മുകളിലത്തെ സൂത്രത്തിൽ നിന്ന് താഴേക്ക് വരുന്നതിനാണ് ഈ അനുവൃത്തി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശാരീരശ്ച, ഈ ശാരീരൻ എന്നുദ്ദേശിച്ചിരിക്കുന്നത് ജീവാത്മാവിനെയാണ്. അപ്പോൾ ആ ജീവാത്മാവ് ന അല്ല എന്നിവിടെ, അതായത് ഇവിടെ അന്തര്യാമി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ജീവാത്മാവിനെയല്ല. അപ്പോൾ ഇവിടെ ജീവാത്മാവെന്ന് ഉദ്ദേശിക്കുമ്പോൾ ദേവതാത്മാവും ജീവാത്മാവും എല്ലാം ഒരേ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ദേവതാത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെയാണ്, അല്ലാതെ മറ്റൊരു ആത്മാവിനൂടെ പ്രസക്തിയില്ല. ആകെ രണ്ടേ ഉള്ളൂ എന്ന് പറയാം. അതിലൊന്നെന്ന് പറയുന്നത് ജീവാത്മാ, രണ്ടാമത്തേന്ന് പറയുന്നത് പരമാത്മാ. അപ്പം നമ്മൾ ദേവതാത്മാവെന്ന് പറയുന്നതോ ഭൂതാത്മാ എന്ന് പറയുന്നതോ ഇങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഈ ജീവാത്മാ എന്ന് പറയുന്നതിന് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ദേവതാ സംബന്ധമായിട്ട് വരുമ്പോൾ നമ്മൾ ദേവതാത്മാ എന്നൊക്കെ അല്ലെങ്കിൽ ദേവത എന്ന് തന്നെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദേവതയും ഒരു ജീവാത്മാവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ആ ജീവാത്മാ എന്നുള്ള സ്ഥാനം വരുമ്പോഴാണ് ജീവാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള സകല കാര്യങ്ങളും ദേവതയ്ക്കും ബാധകമാകുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പുണ്യാധിക്യം കൊണ്ടാണ് ദേവതയാകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പം ഈ പരമാവധി പുണ്യാധിക്യം കൊണ്ട് എത്താൻ സാധിക്കുന്നത് ബ്രഹ്മാവാണ് എന്നുള്ളത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം സർവരാലും ആരാധ്യനായ ബ്രഹ്മാവും ഇപ്രകാരം ജീവാത്മാ തന്നെയാണ് ഈ സ്ഥാനത്തിലേക്ക്, ജീവാത്മാവിന് തന്നെയാണ് ഈ സ്ഥാനത്തിലേക്ക് വരാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി സർവ്വദേവതകളും ഇപ്രകാരം തന്നെയാണ് നിൽക്കുന്നത്. അത് ചുരുക്കത്തിൽ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ആരോടാണെന്ന്, നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്ന് പറയുന്നത് ഒരു ജീവാത്മാവ് മറ്റൊരു ജീവാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രയോജനമില്ലല്ലോ എന്ന്. നമ്മളിപ്പം ഒരു സാധാരണക്കാരനെന്നും ഒരു ഭരണാധികാരിയും എന്നുള്ള വ്യത്യാസമുണ്ടല്ലോ. അപ്പം സാധാരണക്കാരന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭരണാധികാരിയോട് ആവശ്യപ്പെടാം എന്ന്. അപ്പോൾ ഈ ആവശ്യപ്പെടാം എന്നുള്ള വാക്ക് നമ്മൾ അത് കാലത്തിനനുസരിച്ച് അതിൻ്റെ സ്ഥലങ്ങൾക്കനുസരിച്ച് മാറും. ചിലയിടത്ത് ആവശ്യപ്പെടാം, മറ്റു ചിലയിടത്താണെന്നുണ്ടെങ്കിൽ അത് അഭ്യർത്ഥനയായിരിക്കും, മറ്റു ചിലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ പ്രയോഗങ്ങളായിരിക്കും. ഇപ്പം പണ്ടത്തെ ചക്രവർത്തിയുടെ മുന്നിലാണെങ്കിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഓരോ സ്ഥലത്ത് അത് മാറിക്കൊണ്ടിരിക്കും. ചിലയിടത്താണെങ്കിൽ എന്താ തിരുമനസ്സിനോട് അറിയിക്കുക, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ചില തിരുമുമ്പിൽ ഉണർത്തിക്കുക, ഇങ്ങനെയായിരിക്കും ചിലയിടത്ത് പ്രയോഗം. അങ്ങനെ തിരുമുമ്പിൽ ഉണർത്തിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ഓരോരോ തലത്തിൽ ഇത് നടക്കും. അപ്പോൾ ഇതേമാതിരിയാണ് ഇന്നൊരു കാര്യം സാധിക്കും എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചിട്ടുള്ള ജീവാത്മാക്കളായിട്ട് ഉള്ളവരാണ് ഈ ദേവതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേവതകളോട് നമുക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ചാനലിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. വെറുതെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു എനിക്ക് ഈ സാധനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പ്രോപ്പർ ചാനലിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് കിട്ടേണ്ടതുപോലെ കിട്ടും. അപ്പം അതാണ് ഈ വൈദിക കർമ്മങ്ങളാണ് ഈ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ കുറുക്കു വിദ്യകളായിട്ട് പലതും ഇതിനകത്ത് ഒടിവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഒടിവിദ്യ എന്നുള്ള അല്ല, അതേമാതിരി പലതും കൂടിയും കാര്യങ്ങൾ നേടിയെടുക്കാമോ എന്ന് ആൾക്കാർ പരീക്ഷ നടത്തും. ചിലർക്ക് വിചാരിക്കും അത് കിട്ടുമെന്ന് വിചാരിക്കും, ചിലർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവരുണ്ടാകും. അന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലെല്ലാം ചൂതാട്ടം പോലെയുള്ള കളികളാണ്.
പക്ഷേ വൈദിക കർമ്മങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചൂതാട്ടം പോലുള്ള കളിയല്ല. പാരോ എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളാണെങ്കിൽ അത് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ കിട്ടിയിരിക്കും എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആ കഠോപനിഷത്തിനകത്ത് പല മന്ത്രങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ചെയ്യേണ്ടതുപോലെ ചെയ്താൽ, ഇല്ലെങ്കിൽ എന്തായിരുന്നു, അനന്താനാമത്തെ ലോകാഹ താൻ സഗച്ഛതി താദത്തത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുമുണ്ട്. അതായത് സുഖമില്ലാത്ത ലോകങ്ങളെ ഇവൻ പോയിട്ട് ഈ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്ന ആൾ വൈദികർമ്മം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനന്താനാമത്തെ ലോക താൻ സഗച്ഛതി താദത്തത്ത് അങ്ങനെയുള്ള നരകപ്രാപ്തി അവർക്കുണ്ടാവുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്തിനകത്ത് നമ്മൾ കണ്ടല്ലോ, വിദ്യായാം രഥാഹ എന്ന്. തതോഭൂയ ഇവത്തെ തമഹ യൗ വിദ്യായാം രഥ. ഉപാസന ചെയ്യുന്നവർ അതിനേക്കാളും വലിയ കൂരിട്ടിലേക്ക് പോകുന്നു എന്ന്. ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു നിഗൂഢതയും ഉണ്ട് ശരിക്കുള്ള പോക്ക് എന്താണെന്ന്. അതേമാതിരി എന്നെ പൂജിക്കുന്നവൻ എന്നിലേക്ക് എത്തുന്നു, ഭൂതങ്ങളെ ഉപാസിക്കുന്നവൻ ഭൂതാൻ യാന്തി എന്ന്, അവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ ആരെ ഉപാസിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ ശാരീരശ്ച ന എന്നുള്ളതാണ് പ്രയോഗം. അപ്പോൾ ശാരീരനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തര്യാമി എങ്ങനെയാണ് ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നു ശാരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് അന്തര്യാമി എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ എന്ന്. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ടതായിട്ടുള്ള കാര്യം, ഈ ശാരീരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവാത്മാവിനെയാണെന്ന് മാത്രമേ ഉള്ളൂ, പരമാത്മാവിനെ അല്ല എന്ന്. അതായത് ശരീരാഭിമാനി, ശാരീരം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ശരീരാഭിമാനി നേടുക. ശരീര അഭിമാനിയാണ് പരമാത്മാ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ തന്നെ ജീവാത്മാവും പരമാത്മാവും വസിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ പ്രയോഗം നടത്തിയിരിക്കുന്നത്. അത് മുമ്പിലത്തെ സൂത്രങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. അതായത് ഈ ശരീരത്തിൽ പരമാത്മാവും ജീവാത്മാവും തന്നെ ഇരിക്കാൻ, രണ്ടുപേർക്കും കൂടി ഇരിക്കാൻ പറ്റുമോ, ഇതിനെക്കുറിച്ചും ചർച്ചയുണ്ടായി. അപ്പോൾ ഇവിടെയാണ് നാന്യതഃ അസ്തി ദൃഷ്ട. അതായത് അന്വേഷിച്ചെത്തി കഴിയുമ്പോൾ ഇവിടെ ഈ പരമാത്മാവും ജീവാത്മാവും എന്ന് പറയുന്ന രണ്ടില്ല, ഒന്ന് മാത്രം എന്നുള്ളത് കണ്ടെത്തുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ചും പരാമർശിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതായത് എത്ര ഹി ദ്വൈതമിവ ഭവതി തദിതരഹ ഇതരം പശ്യതി. എവിടെയാണോ ഈ ദ്വൈതം എന്നതുപോലെയുള്ളത് അവിടെ ഇതരം പശ്യതി, ഒരുവൻ മറ്റൊന്നിനെ അന്യമായിട്ടെന്നതുപോലെ കാണുന്നു, ദ്വൈതം ഉള്ളിടത്ത് എന്ന്. യത്രത്വസ്യ സർവമാത്മൈവാഭൂ തത്ര കേന കം പശ്യേത്. എവിടെയാണോ എല്ലാം ഏകമായിട്ടുള്ള ആത്മസ്വരൂപമായിട്ടുള്ളത് അറിയുന്നിരിക്കുന്നത് അവിടെ തത്ര കേന കം പശ്യേത്, ആരാൽ എന്ത് പശ്യേത് അറിയുന്നു എന്ന്. ഇത് അവിദ്യ ബാധിച്ചിട്ടുള്ളവന് ഇവിടെ ഈ ദ്വൈതത്തിൽ ആണ് അവൻ്റെ സ്ഥിതി. അതേസമയം അവിദ്യ നിവൃത്തി വന്നവന് അതിന് ദ്വൈതം എന്ന് പറയുന്നത് ഇല്ല എന്ന്. അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ ഈ അന്തര്യാമി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത്. ഇനിയിപ്പോൾ അടുത്ത അടുത്ത പ്രകരണമാണ് അടുത്ത അധികരണമാണ് അധികരണം, അദൃശ്യത്വം. അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് മുണ്ടകോപനിഷത്തിലെ ഏതാ ഇത് നല്ല സ്ട്രെയിൻ എടുക്കുന്ന